നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മലയാളി കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയേൽ പെരേരയുടെ മകൻ തോമസ് ആണ് മരിച്ചത്. ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യത്തിന്റെ വെടി ഏൽക്കുകയായിരുന്നു എന്നതാണ് വിവരം. വെടിവയ്പിൽ പരിക്കേറ്റ മേനകുളം സ്വദേശി എഡിസൺ തിരികെ നാട്ടിലെത്തിയിട്ടുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന മറ്റു 2 പേർ കസ്റ്റഡിയിലാണ് എന്നതാണ് വിവരം. നിയമവിരുദ്ധമായി മറ്റൊരു രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ജോർദാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിവയ്പ് ഉണ്ടായത് എന്നതാണ് മലയാളി കൊല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഞായറാഴ്ച അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജോർദാനിലെ ഇന്ത്യൻ എംബസി പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെടുകയും വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മരണത്തെക്കുറിച്ച് ഇരയുടെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സാധ്യമായ എല്ലാ കോൺസുലാർ സഹായവും നൽകുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു വരികയാണ് എന്നും മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനായി ജോർദാനിലെ അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ജോർദാനിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെ ദുഃഖകരമായ മരണവാർത്ത എംബസി അറിഞ്ഞു. മരിച്ചയാളുടെ കുടുംബവുമായി എംബസി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ജോർദാൻ അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എംബസി അറിയിച്ചത്. ഫെബ്രുവരി 10-നാണ് തോമസ് കൊല്ലപ്പെട്ടത് എന്നതാണ് സൂചന. വിസിറ്റിംഗ് വിസയിലാണ് തോമസ് ജോർദാനിലേക്ക് എത്തുന്നത് എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. തുമ്പ സ്വദേശിയായ ബിജു ജലാസിന്റെ സഹായത്തോടെയായിരുന്നു ഫെബ്രുവരി 5-ന് തോമസും എഡിസണും യാത്ര തിരിക്കുന്നത്. ഒരാൾക്ക് വിസയും എയർ ടിക്കറ്റിനും വേണ്ടി 3.10 ലക്ഷം രൂപ വീതം ആണ് നൽകിയിട്ടുള്ളത് എന്നും ഇതിന്റെ സൗകര്യങ്ങളൊക്കെ നൽകിയതിനു ശേഷമാണ് ഇയാൾ യാത്ര തിരിച്ചതെന്നതുമാണ് വിവരം. ജോർദാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് എത്തിച്ച് അവിടെ വിസ തരപ്പെടുത്തിയ ശേഷം പ്രതിമാസം 3.5 ലക്ഷം രൂപ ശമ്പളം നൽകാമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ഇരുവരും യാത്ര തിരിച്ചതെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ജോലിക്ക് കയറിയിട്ടുള്ള ആദ്യ 8 മാസം 50,000 രൂപ വീതമായിരിക്കും ശമ്പളമെന്നും കരാർ ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിർത്തി കടക്കാൻ വേണ്ടി തോമസിനെയും എഡിസണെയും മറ്റ് 2 ശ്രീലങ്കൻ യുവാക്കളെയും മറ്റൊരാളിലേക്ക് കൈമാറും വരെ ഇരുവരും വീട്ടുകാരുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ കൈമാറിയിരുന്നു എന്ന സൂചനയും ലഭ്യമായിട്ടുണ്ട്. വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട തോമസിന്റെ സുഹൃത്ത് എഡിസന് ബോധം തിരികെ കിട്ടിയപ്പോഴാണ് തന്റെ കൂടെ തന്റെ സുഹൃത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് ഇദ്ദേഹം ഇക്കാര്യം ഉടൻ തന്നെ നാട്ടിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് തോമസിന്റെ ഭാര്യ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ഇന്ത്യൻ എംബസിക്ക് ഇമെയിൽ അയക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് തോമസ് മരിച്ചതായി സ്ഥിരീകരിച്ചതും ഫെബ്രുവരി 28-ന് എംബസി മരണവിവരം വീട്ടുകാരിലേക്ക് എത്തിക്കുന്നതും. അതേസമയം കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് തോമസിന്റെ മരണവിവരം എഡിസനെ അറിയിച്ചതെന്നതാണ് സൂചന. ഓട്ടോ ഡ്രൈവറായിരുന്ന ജോർദാനിൽ കൊല്ലപ്പെട്ട മലയാളിയായ തോമസിന്റെ മൃതദേഹം ഇനി നാട്ടിലെത്തിക്കണമെങ്കിൽ ചിലവ് കുടുംബം വഹിക്കണമെന്നതാണ് എംബസി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ നടപടി വേണമെന്നുള്ള ആവശ്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം നിലനിൽക്കുന്നത്.